ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആർട്ടിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്, അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കണം ആർട്ടിക്കിൾസ് റിലേറ്റഡ് ആയിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ആർട്ടിക്കിൾസ് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഴ്സ് ആണ് that specify whether a noun is definite or indefinite. ഒരു നൗൺ അത് ഡെഫിനിറ്റ് ആണോ അതോ ഇൻഡെഫിനിറ്റ് ആണോ എന്നറിയുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റർമിനേഴ്സ് ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസിൽ 3 ആളുകളാണ് ഉള്ളത് അല്ലെ, 3 മെമ്പേഴ്സ് ഉണ്ട്. ഒന്ന് എ ആണ്, രണ്ടാമത്തേത് ആൻ ആണ്, 3 ദ ആണ്. ഇതില് എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നുള്ള രീതിക്കാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കോൺസണന്റ് സൗണ്ടിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എ യൂസ് ചെയ്യും. വവൽ സൗണ്ട് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുക ആൻ ആണ്. ഇനി സ്പെസിഫിക് നൗണിന്റെ കേസിൽ നമ്മൾ അതിന്റെ കൂടെ ദ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒന്നിന്റെ കൂടെ കോൺസണന്റ് സൗണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എ യൂസ് ചെയ്യും. വവൽ സൗണ്ട് ആണെങ്കിൽ ആൻ യൂസ് ചെയ്യും. സ്പെസിഫിക് നൗൺ ആണെങ്കിൽ ദ യൂസ് ചെയ്യും അല്ലെ. ഇപ്പൊ ആ ഡോഗ് എന്നുള്ള വേർഡ് എടുക്കാം. ഡോഗ് എന്ന് പറയുന്നതിൽ ഡി ഒരു കോൺസണന്റ് ആണ്. സോ കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കൂടെ എ യൂസ് ചെയ്തു. കാർ എന്നുള്ള വാക്ക് എടുക്കാം. അതിൽ ക എന്നുള്ള സൗണ്ട് കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ എ യൂസ് ചെയ്തു. ഇനി ആനിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ എന്നുള്ള വാക്ക് എടുക്കാം. അവിടെ ആ എന്നുള്ള വൊവൽ സൗണ്ട് ആണ് വരുന്നത്. സോ അതിനു മുന്നേ നമ്മൾ ആൻ യൂസ് ചെയ്തു. ലൈക്ക് വൈസ് അവ എന്നുള്ള വേർഡ് എടുക്കാം. അവിടെ നിങ്ങൾ വിചാരിക്കും എച്ച് അല്ലേ അല്ലെ, എച്ച് എന്ന് പറയുന്നത് ഒരു കോൺസണന്റ് ആണല്ലോ, isn't it? പക്ഷെ അവിടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് വരുന്നത്? എച്ച് അവിടെ സൈലന്റ് ആണ്. അവ, ഓക്കെ, അവ ആണ് അവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ആ ഒരു വേർഡിന്റെ. സോ ആ എന്നുള്ളത് എന്താണ്? ഒരു വവൽ സൗണ്ട് ആണ്. സോ ആൻ അവ ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഒരിക്കലും ആ തന്നിരിക്കുന്ന വാക്കിന്റെ ആദ്യത്തെ ലെറ്റർ കോൺസണന്റ് ആണോ വവൽ ആണോ എന്ന് കൺസിഡർ ചെയ്ത് നിങ്ങൾ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ആ ഒരു ആർട്ടിക്കിൾ എ ആണ് ആൻ ആണ് എന്ന് ഫിക്സ് ചെയ്യരുത്. മറിച്ച് ആ ഒരു സൗണ്ട് അത് വവൽ സൗണ്ട് ആണോ കോൺസണന്റ് സൗണ്ട് ആണോ എന്ന് കൺസിഡർ ചെയ്ത് വേണം ആർട്ടിക്കിൾസ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി ദ സൺ, ദ സ്കൈ എന്നൊക്കെ പറയുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ടുള്ള നൗണിനെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടെ ദ കൊടുക്കുന്നത്. ഓക്കെ, ദ സൺ, ഓക്കെ, ദ സ്കൈ. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള നൗൺ വരുമ്പോഴാണ് നമ്മൾ അവിടെ ദ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു കീ റൂൾ മനസ്സിലാക്കാം. ഒരിക്കലും സ്പെല്ലിംഗ് നോക്കി നമ്മൾ ആർട്ടിക്കിൾ ചൂസ് ചെയ്യരുത്. ഓക്കെ, മറിച്ച് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് സൗണ്ട് ആണ്. ഓക്കെ, സോ യൂസ് എ ഓർ ആൻ ബേസ്ഡ് ഓൺ ദ സൗണ്ട് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, സ്പെല്ലിംഗ് നോക്കിയിട്ടല്ല, ആ തന്നിരിക്കുന്ന വാക്കിന്റെ ഫസ്റ്റ് ലെറ്ററിന്റെ സൗണ്ട് എന്താണ് എന്ന് നോക്കി വേണം നമ്മൾ അവിടെ എ ആണോ ആൻ ആണോ കൊടുക്കണ്ടേ എന്നുള്ളത് ഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം കോൺസണന്റ് സൗണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എ കൊടുക്കും. വവൽ സൗണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആൻ കൊടുക്കും അല്ലെ. സോ എ യൂണിവേഴ്സിറ്റി അല്ലെ. ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റി എന്നുള്ള വാക്കില് യു ആണ് ഫസ്റ്റ് ലെറ്റർ എന്നുണ്ടെങ്കിലും യു എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൊവലാണ് അല്ലെ. എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വൊവൽസ് ആണ്. സോ ഇതില് യു ആണ് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് യു സൗണ്ട് ആ വരുന്നത് അല്ലെ. യൂണിവേഴ്സിറ്റി അല്ലെ, യൂണിവേഴ്സിറ്റി അല്ലെ, യൂണിവേഴ്സിറ്റി. സോ യ സൗണ്ട് ആണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അത് കോൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ടാണ് എ യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കുന്നത്. ഇനി എ യൂറോപ്യൻ അല്ലെ, അവിടെയും യ സൗണ്ട് ആണ് വരുന്നത് അല്ലെ, അല്ലാതെ ഇ എന്നുള്ള ലെറ്റർ അല്ല നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യു യ സൗണ്ട് ആണ് അവിടെ വരുന്നത്. ഓക്കെ, എ യൂറോപ്യൻ. എ 1 rupee കോയിൻ, അവിടെ വ അല്ലെ, വ സൗണ്ട് ആണ് വരുന്നത്, അല്ലാതെ ഓ അല്ല നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ എ 1 rupee കോയിൻ. ഓക്കെ, എ യൂസ്ഫുൾ ടൂൾ അല്ലെ, അവിടെയും യു യ സൗണ്ട് ആണ് വരുന്നത്. സോ എ യൂസ്ഫുൾ ടൂൾ. ലൈക്വൈസ് നോർമൽ കോൺസണന്റിന്റെ കേസിൽ ഡ സൗണ്ട് ക സൗണ്ട് ഒക്കെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എ ആണ്. Okay, so a dog, a cat, a useful tool,
a 1 rupee coin, a European, a university. ഈ തന്നിരിക്കുന്ന വാക്കുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും കൂടുതൽ എക്സാംസിന് എറർ കറക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഈ വാക്കുകളാണ് വരാറുള്ളത്. ഓക്കെ, യൂണിവേഴ്സിറ്റി, യൂറോപ്യൻ, a 1 rupee coin, useful tool, a dog, a cat. ഓക്കെ, ഇനി ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള വൊവൽ സൗണ്ടിന്റെ യൂസേജ് വരുന്ന എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ആൻഡ് ആർ അല്ലെ, ഇവിടെ ആർ എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു, ഇവിടെ എച്ച് സൈലന്റ് ആണ്. സോ ആർ എന്നാണ് അവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ആ എന്ന് പറയുന്നത് വൊവൽ സൗണ്ട് ആണ്. സോ ആൻ എന്ന് വന്നു. ഓക്കെ, ലൈക്ക്വൈസ് ആൻ ഓണസ്റ്റ് മാൻ, ഇവിടെ എച്ച് സൈലന്റ് ആണ്, ഓണസ്റ്റ് ആണ് ഇവിടുത്തെ പ്രൊനൗൺസിയേഷൻ ആയിട്ട് വരുന്നത്. സോ ആൻ ഓണസ്റ്റ് മാൻ സൈലന്റ് ആണ്, അവിടെ എച്ച്. ഓക്കെ, ലൈക്ക്വൈസ് ആൻ MBA അല്ലെ, MBA അവിടെ എം എന്നുള്ള സൗണ്ടാ വരുന്നത് അല്ലെ, എം ഇസ് എ വൊവൽ സൗണ്ട് അല്ലെ. സോ ആൻ MBA. ഓക്കെ, ലൈക്ക്വൈസ് an apple അല്ലെ, ആ എന്ന് പറയുന്നത് വൊവൽ സൗണ്ട് ആണ്. സോ an apple, ആൻ ആണ് അവിടെ വരെ. ലൈക്ക്വൈസ് an umbrella അല്ലെ, അവിടെയും യു ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടി അത് വെച്ചല്ല നമ്മൾ അവിടെ ആൻ കൊടുക്കുന്നത്, അംബ്രല്ല അല്ലെ, ആ സൗണ്ട് ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് വൈ ആൻ അംബ്രല്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു വാക്കിന്റെ കൂടെ നമ്മളൊരു ലൈക്ക് ആർട്ടിക്കിൾ കൊടുക്കുന്ന സമയത്ത് എ ആണോ ആൻ ആണോ എന്ന് കൺഫേം ചെയ്യുന്നതിനായിട്ട് നമ്മൾ അതിന്റെ സൗണ്ട് ആണ്, ഫസ്റ്റ് ലെറ്ററിന്റെ സൗണ്ട് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലാതെ സ്പെല്ലിംഗ് അല്ല. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദയുടെ യൂസേജ് നോക്കാം. ഓക്കെ, ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അവിടെ എടുത്ത് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധാരണ നോർമൽ യൂസേജ് ഓഫ് ദ എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു നൗണിനെ എടുത്ത് പറയുമ്പോഴാണ് അതിന്റെ കൂടെ ദ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ലാതെ ദ എവിടെയൊക്കെ യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ നേച്ചറിലെ യുണീക്ക് ആയിട്ടുള്ള തിങ്സ് ഉണ്ടല്ലോ, അത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള യുണീക്ക് ആയിട്ടുള്ള തിങ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ദ യൂസ് ചെയ്യും. സൺ എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള തിങ് അല്ലെ, ഒരു സൂര്യനല്ലേ ഉള്ളൂ, ഇസ്ന്റ് ഇറ്റ്? ഇനി മൂൺ ആണെങ്കിലും അങ്ങനെ തന്നെയാ അല്ലെ, എർത്ത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, സ്കൈ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നേച്ചറിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള തിങ്സ്, ഒന്ന് മാത്രമുള്ള തിങ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒന്നിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ഓക്കെ, ദ സൺ, ദ മൂൺ, ദ എർത്ത്, ദ സ്കൈ. ഓക്കെ, ഇനിയോ, ഇനി ഒരു നൗണിനെ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഒരു നൗണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആ നൗണിനെ കുറിച്ച് തന്നെ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ദ യൂസ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ, ഐ സോ എ ഡോഗ്, ഞാനൊരു നായയെ കണ്ടു അല്ലെ. വീണ്ടും ആ നായയെ കുറിച്ച് തന്നെയാ പറയുന്നത്. ദ ഡോഗ് വാസ് ബ്രൗൺ, ആ ഒരു നായ എങ്ങനെയുള്ളതായിരുന്നു? ബ്രൗൺ കളറിലുള്ളതായിരുന്നു. സോ ഓൾറെഡി നമ്മളൊരു നൗണിനെ കുറിച്ച് പറയുന്നു, അതിനുശേഷം വീണ്ടും ആ നൗണിനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യണം. ഓക്കെ, now comes superlatives. Superlatives എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അല്ലെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതില് മൂന്നാമതായിട്ട് വരുന്ന ഡിഗ്രി അല്ലെ, ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വേർസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയൂലേ, എക്സ്ട്രീം ഡിഗ്രിയിൽ പറയൂലേ. അപ്പൊ അത്തരത്തിലുള്ള സൂപ്പർലേറ്റീവ്സിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ, ഷീ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് അല്ലെ. അപ്പൊ അവളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ്, ഏറ്റവും എക്സ്ട്രീം ആണ് അല്ലെ, ഒരു എക്സ്ട്രീം ലെവലിൽ. തേർഡ് വൺ. ഓക്കെ, അപ്പോ ദ ബെസ്റ്റ് സ്റ്റുഡന്റ്, ദ വേർസ്റ്റ് സ്റ്റുഡന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ സൂപ്പർലേറ്റീവ്സിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ഓക്കെ, ഇനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ പ്ലേ എന്നുള്ള വേർബും കൂടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ദ യൂസ് ചെയ്യാം. ഷീ പ്ലേസ് ദ പിയാനോ. കണ്ടോ, ഇവിടെ പിയാനോ എന്ന് പറയുന്നത് എന്താ? ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. അപ്പൊ അവൾ പിയാനോ പ്ലേ ചെയ്യുവാണ് എന്ന് കാണിക്കാനായിട്ട് അവിടെ പ്ലേസ് എന്നുള്ള ആ ഒരു വേർബ് വന്നിട്ടുണ്ട്. സോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ കൂടെ പ്ലേ എന്നുള്ള വേർബ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ദ എന്നുള്ള ആ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് വൈസ് റിവേഴ്സിന്റെ, സീസിന്റെ, ഓഷ്യൻസിന്റെ നെയിംസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ദ യൂസ് ചെയ്യണം. അതായത് ദ നൈൽ അല്ലെ, ദ പസഫിക് ഓഷ്യൻ. ഓക്കെ, അപ്പൊ അങ്ങനെ റിവേഴ്സിന്റെ പേര്, സീസിന്റെ പേര്, ഓഷ്യൻസിന്റെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ദ യൂസ് ചെയ്യണം. ഓക്കെ, അതുപോലെ സിംഗിൾ പീക്സ് അല്ലാതെ മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ച് പറയും. ഓക്കെ, അതായത് മലനിരകളെ കുറിച്ച് പറയുമ്പം നമ്മൾ അവിടെ ദ യൂസ് ചെയ്യണം. ദ ഹിമാലയാസ്, ദ ആൽപ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും.
ഓക്കെ. അതുപോലെ ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ച്, ഹോളി ബുക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ദ യൂസ് ചെയ്യണം. ഓക്കെ. ദ ഹിന്ദു, ദ ടൈംസ് ഓഫ് ഇന്ത്യ, അല്ലെ, ദ ഖുർആൻ, ദ ബൈബിൾ, അല്ലെ. അപ്പൊ അങ്ങനെ ഹോളി ബുക്സിനെ കുറിച്ച് പറയുമ്പോൾ, ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ച്, ന്യൂസ് പേപ്പേഴ്സിന്റെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ദ യൂസ് ചെയ്യണം. ഓക്കെ. അതുപോലെ നെയിംസ് ഓഫ് കൺട്രീസ്, ഓക്കെ, കൺട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള നെയിംസ് ഇല്ലേ, ഒരു യൂണിയൻ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ പ്ലൂരൽ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന, ഓക്കെ, ഒന്നിനെ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ദ യൂസ് ചെയ്യാം. അതായത് യുണൈറ്റഡ്, ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അല്ലെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പൊ ആ യുണൈറ്റഡ് എന്നുള്ള ഫോം ഒക്കെ വരുന്നില്ലേ, അപ്പൊ അങ്ങനെയുള്ള കൺട്രീസിന്റെ നെയിംസിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ഓക്കെ. ഒരു യൂണിയൻ എന്നുള്ള രീതിക്ക് പ്ലൂരൽ നെയിംസ് ഒക്കെ വരുന്ന സമയത്ത്, കൺട്രീസിന് ഫിലിപ്പീൻസ് എന്നൊക്കെ പറയുമ്പോൾ ദ ഫിലിപ്പീൻസ്, ഓക്കെ, ദ UAE, ദ USA. ഓക്കെ. അപ്പൊ ഇങ്ങനെ ആണ് ദയുടെ യൂസേജ് വരുന്നത്. അതുപോലെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിന്റെ പേര് പറയുമ്പം, അതുപോലെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സിന്റെ പേര് പറയുമ്പം ഒക്കെ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ദ യൂസ് ചെയ്യാം. ദ താജ്മഹൽ, അല്ലെ, ദ ഈഫിൽ ടവർ. ഓക്കെ. അപ്പൊ അങ്ങനെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിന്റെ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സിന്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും. അതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ട് ഡയറക്ഷൻ പറയുന്ന വേർഡ്സ് ഉണ്ടല്ലോ, ദ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ നോർത്ത്. ഓക്കെ. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഡയറക്ഷൻ വേർഡ്സ് വരുമ്പോഴും നമ്മൾ അവിടെ ദ യൂസ് ചെയ്യും. ഓക്കെ. ഇനി നാഷണാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിക്ക്, ഫോർ എക്സാമ്പിൾ ദ ഇന്ത്യൻസ്, അല്ലെ, ഒന്നിച്ച് അവിടെ ഇന്ത്യക്കാരെ മുഴുവനായിട്ടാ പറയുന്നത്, അല്ലെ. അതുപോലെ ദ ചൈനീസ്, അവിടെ ചൈനീസിനെ മുഴുവനായിട്ടാ പറയുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെ ആസ് എ ഗ്രൂപ്പ് നമ്മൾ നാഷണാലിറ്റിയെ മെൻഷൻ ചെയ്യുമ്പോൾ അവിടെയും എന്ത് വരും? ദ വരും. ഓക്കെ. ദ ഇന്ത്യൻസ്, അവിടെ ശരിക്ക് ഇന്ത്യൻസ് എന്ന് പറയുന്ന ആളുകളെ കാണിക്കും, അല്ലെ, അതായത് ഇന്ത്യക്കാരെ എന്നുള്ള മീനിങ് കിട്ടാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ അവിടെ ദ യൂസ് ചെയ്യും. ലൈക്ക് വൈസ് ഗവൺമെന്റ് ഓഫീസസിനെ കുറിച്ച്, ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ദ യൂസ് ചെയ്യണം. ഓക്കെ. ദ മിനിസ്ട്രി, ദ കോർട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ഓഫീസസിനെ കുറിച്ച്, ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ദ യൂസ് ചെയ്യും. അതുപോലെ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഒന്നേ ഉള്ളൂ ആ രീതിക്ക് പറയുമ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ ആണ് യൂസ് ചെയ്യുക. ഓക്കെ. ദ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പ്രിൻസിപ്പൾ അല്ലേ ഉള്ളൂ. അതുപോലെ ദ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സമയത്ത്, ഒരു ക്രൂ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒറ്റൊരു ക്യാപ്റ്റനേ ഉള്ളൂ, അല്ലെ. സോ അങ്ങനെ വരുന്ന കേസിലൊക്കെ നമ്മൾ ദ ആണ് യൂസ് ചെയ്യും. ഓക്കെ. അതുപോലെ ഒരു പ്രോപ്പർ നെയിം പറയാതെ ടൈറ്റിൽസ് മാത്രം പറയൂലേ, അതായത് ദ പ്രസിഡന്റ്, ദ പ്രൈം മിനിസ്റ്റർ, അല്ലെ. അപ്പൊ അങ്ങനെ എടുത്ത് ടൈറ്റിൽ എടുത്ത് പറയുന്ന, ഓക്കെ, പ്രോപ്പർ നെയിം പറയാതെ ടൈറ്റിൽ മാത്രം എടുത്ത് പറയുന്ന കേസിലും നമ്മൾ അവിടെ ദ യൂസ് ചെയ്യും. ഓക്കെ. ലൈക്വൈസ് ഒരു നൗണിന് മുന്നേ നമ്മൾ ഓർഡിനൽ നമ്പേഴ്സ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ പറയൂലേ, ഇതിനെയാണ് ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു നൗണിന് മുന്നേ നമ്മൾ ഇത്തരത്തിലുള്ള ഓർഡിനൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ദ കൊടുക്കണം. ദ ഫസ്റ്റ് ചാപ്റ്റർ, ദ സെക്കൻഡ് റോ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഓർഡിനൽ നമ്പേഴ്സിന്റെ കൂടെ നൗൺ വരുമ്പോൾ, ഓക്കെ, നൗണിന്റെ മുന്നേ ഒരു ഓർഡിനൽ നമ്പർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദ യൂസ് ചെയ്യണം. ഓക്കെ. അതുപോലെ സെയിം, ഓൺലി, വെരി, അങ്ങനെയുള്ള ലൈക്ക് ആഡ്ജക്റ്റീവ്സിന്റെ മുന്നേയും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ഓക്കെ. ദ സെയിം ബുക്ക്, ദ ഓൺലി ഓപ്ഷൻ, ഓക്കെ, ദ വെരി സബ്ജക്ട്. ഓക്കെ. അങ്ങനെ ഈ സെയിം, ഓൺലി, വെരി മുതലായിട്ടുള്ള വാക്കുകൾ ഒരു നൗണിന് മുന്നേ ആഡ്ജക്റ്റീവ് എന്നുള്ള രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? ദ കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ മനസ്സിലായോ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒന്ന്, യുണീക്ക് ആയിട്ടുള്ള തിങ്സ്, അല്ലെ, നേച്ചറിൽ വരുന്ന യുണീക്ക് ആയിട്ടുള്ള തിങ്സിന്റെ കൂടെ ഇനി നൗൺ, അല്ലെ, ഒരു നൗൺ പറഞ്ഞ് അതിനെ വീണ്ടും മെൻഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ദ കൊടുക്കും. സൂപ്പർലേറ്റീവ്സിന്റെ കൂടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അല്ലെ, ആ ഒരു പ്ലേ എന്നുള്ള വേർബ് വരുമ്പം അതിന്റെ കൂടെ റിവേഴ്സ്, സീസ്, ഓഷ്യൻസിന്റെ നെയിംസിന്റെ കൂടെ മൗണ്ടൻ റേഞ്ചസ്, പീക്സ് അല്ല കേട്ടോ, സിംഗിൾ പീക്സ് അല്ല, മൗണ്ടൻ റേഞ്ചസിന്റെ കൂടെ, ഹോളി ബുക്സിന്റെ നെയിംസിന്റെ കൂടെ, ന്യൂസ് പേപ്പേഴ്സിന്റെ നെയിംസിന്റെ കൂടെ, കൺട്രീസിന്റെ നെയിംസ്, അല്ലെ, വെൻ ഇറ്റ് കംസ് ടു പ്ലൂരൽ ഓർ ബീങ് എ യൂണിയൻ അതിന്റെ കൂടെ, ലൈക്ക് വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ്, ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിന്റെ കൂടെ, ഡയറക്ഷൻ വേർഡ്സിന്റെ കൂടെ, നാഷണാലിറ്റി ഒരു ഗ്രൂപ്പ് ആയിട്ട് പറയുമ്പം അതിന്റെ കൂടെ, അതുപോലെ ഗവൺമെന്റ് ഓഫീസസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കൂടെ, അല്ലെ, ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള
രീതിക്ക് പറയുമ്പം, അതുപോലെ പ്രോപ്പർ നെയിംസ് പറയാതെ ടൈറ്റിൽസ് മാത്രം എടുത്ത് പറയുമ്പം, അതുപോലെ നൗൺസിന് മുന്നേ ഓർഡിനൽ നമ്പേഴ്സ് വരുമ്പം, അതുപോലെ നൗൺസിന് മുന്നേ സെയിം, ഓൺലി, വെരി പോലെയുള്ള ആഡ്ജക്റ്റീവ്സ് വരുന്ന സമയത്ത് ഒക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? എവിടെയൊക്കെ നമുക്ക് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആർട്ടിക്കിൾസ് എവിടെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, 0 ആർട്ടിക്കിൾ റൂൾസ് ആണ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ നമുക്ക് ഈ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രോപ്പർ നൗൺസിന്റെ കൂടെയാണ്. പേരുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിന്റെ കൂടെ ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്യില്ല. ഓക്കെ, രാമു ഇസ് ക്ലെവർ എന്ന് പറയുമ്പം അവിടെ ദ രാമു ഇസ് ക്ലെവർ അല്ലെങ്കിൽ എ രാമു ഇസ് ക്ലെവർ എന്ന് പറയൂ? ഇല്ല. ഓക്കെ, അപ്പൊ പ്രോപ്പർ നൗൺസിന്റെ കൂടെ, അതായത് നെയിംസിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. ഓക്കെ, ഇന്ത്യ ഈസ് ഗ്രേറ്റ് എന്നേ പറയുള്ളൂ, രാമു ഇസ് ക്ലെവർ എന്നേ പറയുള്ളൂ. അതിന്റെ കൂടെ ഒന്നും എയോ ആനോ ദയോ യൂസ് ചെയ്യില്ല. ഇനി ലാംഗ്വേജസ് ആൻഡ് സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ഈ പറയുന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. ഓക്കെ, ഷീ സ്റ്റഡീസ് ഹിന്ദി എന്നേ പറയുള്ളൂ അല്ലെ? ഹി ടീച്ചേഴ്സ് മാത്ത് എന്നേ പറയുള്ളൂ അല്ലെ? ദ ഹിന്ദി, ദ മാത്ത് അല്ലെങ്കിൽ എ ഹിന്ദി, എ മാത്ത് എന്നൊന്നും നമ്മൾ പറയൂല. ഇനി വളരെ ജനറൽ ആയിട്ട് മീൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. വി ഹാഡ് ലഞ്ച് എന്നേ പറയുള്ളൂ, ഡിന്നർ ഇസ് റെഡി എന്നേ പറയുള്ളൂ. അതിന്റെ കൂടെ ദ ലഞ്ച്, ദ ഡിന്നർ എന്നൊന്നും നമ്മൾ പറയൂല. ഓക്കെ, ജനറൽ ആയിട്ട് മീൽസിനെ കുറിച്ച് പറയുമ്പോൾ. ഇനി ഗെയിംസ് ആൻഡ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോഴും നമ്മൾ അവിടെ ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്യൂല. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നേ പറയുള്ളൂ, ഷീ ലവ്സ് ചെസ് എന്നേ പറയുള്ളൂ. എ ചെസ്ന്നോ ദ ക്രിക്കറ്റെന്നോ ഒന്നും നമ്മൾ അവിടെ പറയുന്നില്ല. ഇനി നമ്മൾ പറഞ്ഞു മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ? പക്ഷെ സിംഗിൾ മൗണ്ടൻ പീക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ എന്ത് കൊടുക്കില്ല? ദ കൊടുക്കില്ല. മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ മൗണ്ടൻ പീക്കാണ്. മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്ന ഒരു സിംഗിൾ മൗണ്ടൻ പീക്കാണ്, അത് ചെയിൻ അല്ല. ഓക്കെ, അപ്പൊ മൗണ്ടൻ റേഞ്ചസ് ആവുമ്പോൾ ദ വരും. പക്ഷെ ഒരു സിംഗിൾ മൗണ്ടൻ പീക്ക് ആണെങ്കിൽ അവിടെ നമ്മൾ ദ അല്ലെങ്കിൽ എ ഒന്നും യൂസ് ചെയ്യൂല. ഓക്കെ, അതുപോലെ ജനറൽ ആയിട്ട് ഡിസീസസിനെ കുറിച്ച് പറയുമ്പം അവിടെ നമുക്ക് ആർട്ടിക്കിൾസ് ഒന്നും വേണ്ട. ഹി ഹാസ് ഫീവർ എന്നേ പറയൂ അല്ലെ? ഷീ ഹാസ് ഡയബറ്റിസ് എന്നേ പറയൂ. അവിടെ ഒന്നും ആർട്ടിക്കിൾസ് നമുക്ക് വേണ്ട. ഇനി വളരെ ജനറൽ ആയിട്ടുള്ള അബ്സ്ട്രാക്ട് നൗൺസിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ അവിടെ എന്ത് കൊടുക്കില്ല? ആർട്ടിക്കിൾസ് കൊടുക്കില്ല അല്ലെ? ഓണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി നമുക്കറിയാവുന്ന അല്ലെ? അതിന്റെ കൂടെ നമ്മൾ ദയോ എയോ യൂസ് ചെയ്യുന്നുണ്ടോ? ഓണസ്റ്റി എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ് അല്ലെ? അപ്പം അവിടെ നമ്മൾ എയോ ദോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ നമുക്ക് എന്ത് വേണ്ട? ആർട്ടിക്കിൾസ് വേണ്ട. ഓക്കെ, അതുപോലെ വളരെ ജനറൽ ആയിട്ടുള്ള പ്ലൂരൽ നൗൺസ് സൈറ്റ് ചെയ്യുമ്പോഴും എന്ത് വേണ്ട? നമുക്ക് അവിടെ ആർട്ടിക്കിൾസ് വേണ്ട. ഡോഗ്സ് ആർ ലോയൽ, ബേർഡ്സ് ക്യാൻ ഫ്ലൈ അല്ലെ? അവിടെ ഒന്നും നമുക്ക് ആർട്ടിക്കിൾസിന്റെ ആവശ്യമില്ല. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത് ഏതാനും ട്രിക്കി റൂൾസ് ആണ്. ഓക്കെ, സാധാരണ എക്സാംസിൽ ചോദിക്കാറുള്ള ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ലൈക്ക് സർട്ടൻ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ട്രിക്കി റൂൾസ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സി, ഇവിടെ ഗോ ടു ഹോസ്പിറ്റൽ, ചർച്ച് ഓർ സ്കൂൾ. ഓക്കെ, ഇങ്ങനെ തന്നിട്ട് ഇവിടെ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും അല്ലെ? സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോ ആർട്ടിക്കിൾ ഇഫ് ദ പേഴ്സൺ ഗോസ് ഫോർ ദ പ്രൈമറി പർപ്പസ്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് ഒരു പേഷ്യന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ സ്കൂളിലോട്ട് പോകുന്നത് ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ചേർച്ചിലോട്ട് പോകുന്നത് വർഷിപ്പർ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു ലൈക്ക് പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രൈമറി ആയിട്ടുള്ള ഒന്നാണെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ കൊടുക്കില്ല. ഓക്കെ, ഹി വെന്റ് ടു ഹോസ്പിറ്റൽ ആസ് എ പേഷ്യന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണ്ട? ഒരു തരത്തിലുള്ള ആർട്ടിക്കിളും വേണ്ട. പക്ഷേ ഷീ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു വിസിറ്റ് ദ പേഷ്യന്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ദ കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മളൊരു രോഗിയായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആർട്ടിക്കിൾസ് ഒന്നും വേണ്ട. പക്ഷേ മറ്റൊരു റീസണിന് വേണ്ടിയാണ്, മറ്റൊരാളെ കാണാനായിട്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആർട്ടിക്കിൾ വേണം. Okay, so use the if they go for another reason. If you are going for the primary purpose, then leave all the articles. Okay, മനസ്സിലായോ? റൈറ്റ്. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത് ഓൾ അല്ലെങ്കിൽ ബോത്ത് എന്നുള്ള വാക്ക് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം? ദയുടെ യൂസേജ് വേണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓൾ ദ സ്റ്റുഡൻസ് പാസ്ഡ്, ബോത്ത് ദ ബോയ്സ് were selected,
ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൃത്യമാണ്. അറ്റ് ദ സെയിം ടൈം ഓൾ സ്റ്റുഡൻസ് പാസ്ഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. പക്ഷേ സാധാരണ when it comes to the rules, okay, ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾ വരുമ്പം ഓൾ അല്ലെങ്കിൽ ബോത്തിന്റെ യൂസേജ് ഒരു സെന്റൻസിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പം ദ ഇല്ലെങ്കിൽ കൂടി സ്ട്രിക്ട്ലി സ്പീക്കിംഗ് when it comes to grammar accuracy we need to use the. Okay, ഇനി abbreviations and acronyms നോക്കാം. See, an MBBS doctor എന്ന് പറയോ അതോ a MBBS doctor എന്ന് പറയോ? സി, ഇവിടെ എം എന്ന് പറയുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ എന്നുണ്ടെങ്കിൽ കൂടി അവിടുത്തെ പ്രൊനൗൺസിയേഷൻ പറയുമ്പം അല്ലെ, പ്രൊനൗൺസിയേഷൻ വരുമ്പം എം എന്നുള്ള സൗണ്ടാണ് വരുന്നത് അല്ലെ, MBBS അല്ലെ. അപ്പൊ അവിടെ എം എന്ന് പറയുന്ന സൗണ്ട് വവൽ സൗണ്ട് ആണ്. സോ ആൻ ആണ് വരേണ്ടത്. ലൈക്വൈസ് അവർ എന്ന് പറയോ? ഇല്ല അല്ലെ, ആൻ അവർ എന്നാണ് പറയുക. ഇവിടെ എന്താണ്? എച്ച് സൈലന്റ് ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രിക്കി ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, ലൈക്വൈസ് കമ്പാരിറ്റീവ്സിന്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, ഡബിൾ കമ്പാരിറ്റീവ്സ് വരുമ്പോഴാണ് നമ്മൾ ദ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ദ മോർ യു റീഡ് ദ മോർ യു ലേൺ അല്ലെ. അപ്പൊ അവിടെ കമ്പാരിറ്റീവ്സ് ആണ് വരുന്നത് അല്ലെ, ഡബിൾ കമ്പാരിറ്റീവ്സ് വരുന്നത്. നിങ്ങൾ എത്ര വായിക്കുന്നു അത്രയും നിങ്ങൾ പഠിക്കും അല്ലെ. അതുപോലെ ദ സൂണർ ദ ബെറ്റർ. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ് ആഡ്ജക്റ്റീവ്സിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പാരിറ്റീവ് ആഡ്ജക്റ്റീവ്സ് വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തും നമ്മൾ ദ ആഡ് ചെയ്യണം. കണ്ടോ, ദ മോർ യു റീഡ് ദ മോർ യു ലേൺ, ദ സൂണർ ദ ബെറ്റർ. ഓക്കെ, അപ്പോ കമ്പാരിറ്റീവിന് മുന്നേ ദയുടെ യൂസേജ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ കമ്പാരിറ്റീവ് ആഡ്ജക്റ്റീവ്സ് വരുമ്പോൾ ദ അതിന്റെ കൂടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂള്. ഓക്കെ, സോ കോമൺ എറേഴ്സ് എന്തൊക്കെയാണ് വരിക സാധാരണ എക്സാംസിന് ചോദിക്കാറുള്ളത്, അതിന്റെ കറക്ഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഷീ ഈസ് എ ഓണസ്റ്റ് ഗേൾ എന്നുള്ളത് തെറ്റാണ് അല്ലെ, ആൻ ഓണസ്റ്റ് ഗേൾ ആണ് വരിക. ഹി പ്ലേസ് ആ പിയാനോ എന്നുള്ളത് തെറ്റാണ് അല്ലെ. എന്താ വരിക? ഹി പ്ലേസ് ദ പിയാനോ എന്നാണ് വരിക. നമ്മൾ പറഞ്ഞു പ്ലേസ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദ ആണ് അല്ലെ. സോ ഷീസ് ആൻ ഓണസ്റ്റ് ഗേൾ, isn't it? He plays the piano. Now, sun rises in the east. ശരിയാണോ? അല്ല അല്ലെ. The sun rises in the east എന്നുള്ളതാണ് ശരിയായിട്ടുള്ള യൂസേജ്. ഓക്കെ, ഷീ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്നാണ് വരേണ്ടത്. ഷീ ഈസ് ബെസ്റ്റ് സ്റ്റുഡന്റ് എന്നല്ല അല്ലെ, ഷീ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് വരണം. കാരണം എന്താണ്? സൂപ്പർലേറ്റീവ് അല്ലെ. സൂപ്പർലേറ്റീവിന്റെ മുന്നേ നമ്മൾ ദ യൂസ് ചെയ്യണം. ഹീസ് എ MA എന്ന് പറയില്ല, ഹീസ് ആൻ MA എന്നാണ് പറയുക. എം എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷൻ ആണ് അവിടെ വരുന്നത്. സോ അല്ലെ, ആൻ ആണ് അവിടെ വരണ്ടേ. ഐ ലൈക്ക് ദ ഓണസ്റ്റി എന്ന് പറയില്ല, ഐ ലൈക്ക് ഓണസ്റ്റി എന്നേ പറയുള്ളൂ അല്ലെ. എബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. നൗ ഷീ ഗോസ് ടു ദ സ്കൂൾ എന്നുള്ളത് അല്ല വരിക, ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് വരിക. കാരണം ഷീ ഇസ് ഗോയിങ് ടു സ്കൂൾ ആസ് എ പ്യൂപ്പിൾ അല്ലെ, ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിക്കാണ് പോകുന്നത്. സോ നമുക്ക് അവിടെ എന്ത് വേണ്ട? അവിടെ ആർട്ടിക്കിൾ വേണ്ട. ഓക്കെ, ലൈക്വൈസ് ഹി ഹാസ് എ ഫീവർ എന്ന് പറയൂല, ഹി ഹാസ് ഫീവർ എന്നേ പറയുള്ളൂ. ഒരു ഡിസീസ് ജനറൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് അവിടെ ആർട്ടിക്കിൾ വേണ്ട. ഓക്കെ, അപ്പം കോൺസണന്റ് സൗണ്ട് വേർഡ് ആണെങ്കിൽ നമ്മൾ അവിടെ എ യൂസ് ചെയ്യും. വവൽ സൗണ്ട് വേർഡ് ആണെങ്കിൽ ആൻ യൂസ് ചെയ്യും. യുണീക്ക് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ ദ യൂസ് ചെയ്യും. പ്രീവിയസ്ലി മെൻഷൻ ചെയ്തിട്ടുള്ള ഒന്നാണെങ്കിൽ അവിടെയും ദ യൂസ് ചെയ്യും. റിവേഴ്സ് അല്ലെങ്കിൽ ഓഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നെയിംസിന്റെ കൂടെ ദ യൂസ് ചെയ്യും. സൂപ്പർലേറ്റീവ്സിന്റെ കൂടെ ദ യൂസ് ചെയ്യും. ലാംഗ്വേജ് അല്ലെങ്കിൽ സബ്ജക്ട്സിന്റെ കൂടെ ആർട്ടിക്കിൾ വേണ്ട. സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ കൂടെ ആർട്ടിക്കിൾസ് വേണ്ട. അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെയും അതുപോലെ പ്രോപ്പർ നൗൺസ് അല്ലെങ്കിൽ നെയിംസിന്റെ കൂടെയും ആർട്ടിക്കിൾസ് വേണ്ട. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു റെഫറൻസ് ചാർട്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സി, ഷീസ് ഡാഷ് ഓണസ്റ്റ് വുമൺ അല്ലെ. ഓണസ്റ്റ് എച്ച് സൈലന്റ് ആണ് അല്ലെ. അപ്പൊ ഓ ആണ് അവിടുത്തെ വവൽ സൗണ്ട് ആണ് വരുന്നത്. സോ ഏതാണ് വരിക? ആൻ ആണ് വരിക. ഇനി ഹി പ്ലേസ് ഡാഷ് വയലിൻ ബ്യൂട്ടിഫുള്ളി. നമുക്കറിയാം പ്ലേസ് വന്നിട്ടുണ്ട്. വയലിൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ്. സോ ഇവിടെ ദ വരണം, isn't it? സോ ഓപ്ഷൻ സി. ഇനി ഡാഷ് ഹിമാലയാസ് ആർ ദ ഹൈയസ്റ്റ് മൗണ്ടൻസ് അല്ലെ. ഹിമാലയാസ് എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ റേഞ്ച് ആണ്. സോ ഒബ്വിയസ്ലി ദ എന്നുള്ള ആർട്ടിക്കിൾ ആണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. ഷി വെന്റ് ടു ഡാഷ് ഹോസ്പിറ്റൽ ആസ് എ വിസിറ്റർ. പ്രൈമറി പർപ്പസ് അല്ല. സോ ഒബ്വിയസ്ലി അതിന്റെ കൂടെ ദ കൊടുക്കണം അല്ലെ. സോ ഓപ്ഷൻ സി. അടുത്തത് ഹി ഹാസ് ഡാഷ് ഫീവർ ആൻഡ് നീഡ്സ് റെസ്റ്റ്. നമുക്കറിയാം ഇവിടെ ഫീവർ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ നോ ആർട്ടിക്കിൾ നീഡഡ് അല്ലെ. ലൈക്വൈസ്
ഡാഷ് മോർ യു പ്രാക്ടീസ് ഡാഷ് ബെറ്റർ യു ഗെറ്റ് അല്ലെ. ഇപ്പൊ ഇവിടെ ഡബിൾ കമ്പാരറ്റീവ്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഓബ്വിയസ്ലി ദ മോർ യു പ്രാക്ടീസ് ദ ബെറ്റർ യു ഗെറ്റ് എന്നുള്ളതാണ് അവിടെ വരും. ഓക്കെ, റൈറ്റ്. ഇനി ഈ ആർട്ടിക്കിൾ റൂൾസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാനായിട്ട്, ഓർത്ത് വെക്കാനായിട്ട് ഏതാനും മെമ്മറി ട്രിക്സ് ഉണ്ട്. അപ്പൊ അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എപ്പോഴും സൗണ്ട് ശ്രദ്ധിക്കുക, അല്ലാതെ സ്പെല്ലിംഗ് അല്ല അല്ലെ. ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം യ സൗണ്ട് ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു വേർഡ് കിട്ടുമ്പം നമ്മൾ അതൊന്ന് ഒച്ചത്തിലൊന്ന് വായിക്കുക, ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പം അത് ഏത് സൗണ്ട് ആണ് വരുന്നത് എന്നത് നോക്കി എ ആണോ ആൻ ആണോ എന്നുള്ളത് ചൂസ് ചെയ്യാം. അതുപോലെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, യൂണിവേഴ്സിൽ ഒന്ന് മാത്രമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ദ ആണ് യൂസ് ചെയ്യുക അല്ലെ. സൺ, സ്കൈ, ഇക്വേറ്റർ അല്ലെ, പോപ്പ് എന്നൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ എപ്പോഴും പ്ലേ എന്നുള്ള വേർബ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ദ യൂസ് ചെയ്യണം എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ലൈക്ക് വൈസ് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യത്തിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും അല്ലെ. ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം അത് വീണ്ടും റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് മെൻഷൻ വരുന്ന സമയത്ത് അവിടെ ദ യൂസ് ചെയ്യണം അല്ലെ. അതുപോലെ നെയിംസ് വരുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്യില്ല. അത് ആളുകളുടെ പേരാവാം, ലാംഗ്വേജസിന്റെ പേരാവാം, സ്പോർട്സോ, മീൽസോ, ഡിസീസസോ അതിന്റെയൊക്കെ പേരാവാം. ജനറൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് വേണ്ട? ആർട്ടിക്കിൾസ് വേണ്ട. ഓക്കെ, അതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സൈലന്റ് എച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അവർ, ഓണസ്റ്റ്, ഓണർ, എയർ. ഓക്കെ, ഇതിന്റെ കൂടെയൊക്കെ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ലൈക്ക് വൈസ് ഹോട്ടൽ, ഹിസ്റ്ററി, ഹീറോ അല്ലെ, ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എ ആണ്. ഇവിടെ ഒന്നും എച്ച് സൈലന്റ് അല്ല. പക്ഷെ ഇത്തരത്തിലുള്ള വാക്കുകളുടെ കൂടെ അല്ലെ, അവർ, ഓണസ്റ്റ്, ഓണർ, എയർ, അവിടെയൊക്കെ എച്ച് സൈലന്റ് ആണ്. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആൻ യൂസ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾസ് എന്നുള്ള ഈ ഒരു ടോപ്പിക് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രാക്ടീസ് സെഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഹാപ്പി ലേണിംഗ്.